Next question, check the convergence of the sequence. നോട്ട് ഇത് നോക്കി വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ചെക്ക് ദ കൺവേർജൻസ് ഓഫ് ദ സീക്വൻസ് വൈ എൻ ഡിഫൈൻഡ് ബൈ check the convergence of the sequence yn defined by y1 equal to 1, yn plus 1 is equal to 2yn plus 1. Check the convergence of the sequence yn defined by y1 equal to 1, yn plus 1 is equal to 2yn plus 1. നമുക്ക് ഇത് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് y1 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. y1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ y2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 + 1 3 വരും. ഇനി y3 എന്ന് പറയുന്നത് 2 × 3 6 + 1 7 വരും. അപ്പോൾ ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കൺവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. മുമ്പത്തെ പ്രോബ്ലത്തെ പോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അസ്യൂം ദാറ്റ് the sequence is convergent. Assume the sequence is convergent. Convergent ആണെങ്കിൽ ലിമിറ്റ് ഓഫ് വൈ എന്നും ലിമിറ്റ് ഓഫ് വൈ എൻ പ്ലസ് വണ്ണും സെയിം ആയിരിക്കുകയല്ലേ? കാരണം വൈ എൻ എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസിൻ്റെ എന്ത് ടേമും വൈ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് വൺ ടെയിലിൻ്റെ എന്ത് ടേമുമാണ്. അപ്പോൾ രണ്ടിൻ്റെ ലിമിറ്റും സെയിമാണ്. വൺ ടെയിലിൻ്റെയും സീക്വൻസിൻ്റെയും ലിമിറ്റ് സെയിം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വൺ ടെയിലിൻ്റെ ലിമിറ്റും സീക്വൻസിൻ്റെ ലിമിറ്റും സെയിം ആയതുകൊണ്ട് നമുക്കത് രണ്ടും ഈക്വൽ ടു വൈ എന്ന് എടുക്കാം. ലെറ്റ് ലിമിറ്റ് ഓഫ് വൈ എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ പ്ലസ് 1. നമുക്കതിനെ വൈ എന്ന് വിളിക്കാം. ഇത് രണ്ടും ഈക്വൽ ആണ്. അതിനെ നമ്മൾ വൈ എന്ന് വിളിക്കുകയാണ് ചെയ്തത്. ഇനി given yn plus 1 is equal to 2yn plus 1. Given yn plus 1 is equal to 2yn plus 1. But taking limits on both sides, limit of yn plus 1 is equal to limit of 2yn plus 1. അപ്പോൾ ലിമിറ്റ് ഓഫ് yn plus 1 എന്ന് പറയുന്നത് y is equal to 2 into ലിമിറ്റ് yn പ്ലസ് 1 എന്ന് വരിക. ലിമിറ്റ് ഓഫ് 2yn plus 1 എന്ന് പറയുന്നത് 2 into ലിമിറ്റ് ഓഫ് yn plus 1 ആണ്. ഇതിന് നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് ഓഫ് yn plus 1 is equal to 2 into ലിമിറ്റ് ഓഫ് yn plus 1. ഇനി ലിമിറ്റ് ഓഫ് yn plus 1 എന്ന് പറയുന്നത് y ആണ്. y is equal to 2y plus 1 എന്ന് കിട്ടും. y is equal to 2y plus 1 implies y plus 1 equal to 0. y ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 2y minus 1. y plus 1 equal to 0. y is equal to -1 കിട്ടി. y equal to -1. പക്ഷേ ഇതൊരു കൺഫ്യൂഷൻ. നമ്മൾ നോക്കിയേ, നമ്മുടെ ഇവിടെ y1 എന്ന് പറയുന്നത് 1 ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. y2 എന്ന് പറയുന്നത് 3 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ yn ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2yn plus 1 ഗ്രേറ്റർ ദാൻ 0 അല്ലേ വരുള്ളൂ. yn ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ n. കാരണം y1 1 ആയതുകൊണ്ട് y2 എന്ന് പറയുന്നത് 2 into y1 plus 1 അത് പോസിറ്റീവാണ്. y2 പോസിറ്റീവ് ആണെങ്കിൽ y3 പോസിറ്റീവ്. കാരണം 2 into നമ്പർ പ്ലസ് 1 ആണ്. അപ്പോൾ yn പോസിറ്റീവ് ആയതുകൊണ്ട് yn plus 1 പോസിറ്റീവ് ആയിരിക്കും. അപ്പം yn ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ ലിമിറ്റ് നെഗറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ yക്ക് -1 ആകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ അസംഷൻ ദിസ് ഈസ് കൺവേർജൻ്റ് എന്നുള്ളത് തെറ്റാണ്. ഇത് കൺവേർജൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കൺവേർജൻ്റ് അസ്യൂം ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കൺവേർജൻ്റ് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ലിമിറ്റ് y ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് കൺവേർജൻ്റ് അല്ല. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു -1 എന്ന് എഴുതിയിട്ട് അടുത്ത ലൈനിൽ എഴുതിയാൽ മതി. സിൻസ് yn ഈസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ n. Since yn is greater than 0 for all n, y should be greater than 0. y should be greater than 0. Since yn is greater than 0 for all n, y should be greater than 0. Therefore, y equal to -1 is not possible.
y equal to minus 1 is not possible. Therefore, our assumption that sequence yn is convergent is not possible. Our assumption that sequence yn is convergent is not possible. Our assumption that sequence yn is convergent is not possible. Fifth question. Let y is equal to sequence yn. Let y equal to sequence yn be defined inductively by let y equal to sequence yn be defined inductively by y1 equal to 1, yn plus 1 equal to 1/4 into 2yn plus 3 for n greater than or equal to 1. Let y equal to sequence yn be defined inductively by y1 equal to 1, yn plus 1 is equal to 1/4 into 2yn plus 3 for n greater than or equal to 1. Show that limit of y is equal to 3/2. Show that limit of y is equal to 3/2. അപ്പം y is equal to sequence yn ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് y1 equal to 1. y1 തന്നിട്ട് പിന്നെ yn plus 1ൻ്റെ ടേംസിലാണ് ബാക്കിയുള്ള നമ്പേഴ്സ് തന്നേക്കുന്നത്. yn plus 1 is equal to 1/4 into 2yn plus 3 for n greater than or equal to 1 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ലിമിറ്റ് ഓഫ് y is equal to 3/2 എന്നാണ് കാണിക്കേണ്ടത്. ലിമിറ്റ് ഓഫ് y 3/2 ആണെന്നാണ് കാണിക്കേണ്ടത്. ലിമിറ്റ് ഓഫ് y 3/2 ആണ് കാണിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗിവൺ y1 is equal to 1 y1 1 ആകുമ്പോൾ y2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/4 into 2 into 1 plus 3 equal to 5/4 അല്ലേ? അത് ലെസ് ദാൻ 2. 5/4 എന്ന് പറയുമ്പോൾ 1നേക്കാളും കുറച്ചും കൂടി ഉണ്ട്. 1 and 1/4 അപ്പോൾ 1.25 അപ്പോൾ അത് ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമുക്ക് y1 ലെസ് ദാൻ y2 വിച്ച് ഈസ് ലെസ് ദാൻ 2 എന്ന് കിട്ടി അല്ലേ? y1 ഈസ് ലെസ് ദാൻ y2 വിച്ച് ഈസ് ലെസ് ദാൻ 2 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ y1 ലെസ് ദാൻ 2 ആണ്, y2 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് yk ലെസ് ദാൻ, നമുക്ക് ഒരു മോണോട്ടോൺ y1 ലെസ് ദാൻ y2 എന്ന് കിട്ടി. ഇനി മോണോട്ടോൺ സീക്വൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആണെങ്കിൽ അത് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് കൺവേർജൻ്റ് ആണെന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മൾ അസ്യൂം ദാറ്റ് yk ഈസ് ലെസ് ദാൻ 2, kth ടേം ലെസ് ദാൻ 2 എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ yk plus 1 എന്ന് പറയുന്നത് 1/4 into 2 into yk plus 3 അല്ലേ? 2 into yk plus 3 വിച്ച് ഈസ് ലെസ് ദാൻ yk ലെസ് ദാൻ 2 ആയതുകൊണ്ട് നമുക്കതിനെ 2 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ വരികയില്ല. കാരണം yk-യേക്കാളും വലിയ 2 വെച്ച് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യും. അപ്പം 4 plus 3 അത് 7/4 എന്ന് കിട്ടും. അപ്പം yk ലെസ് ദാൻ 2 ആണെങ്കിൽ yk plus 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 7/4 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 2. അപ്പോൾ നമുക്ക് yk plus 1ഉം ലെസ് ദാൻ 2 എന്ന് കിട്ടി. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ് ഈ മോണോട്ടോൺ സീക്വൻസിൻ്റെ കേസിൽ വരുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ നമ്മളിവിടെ y1 ലെസ് ദാൻ y2 വിച്ച് ഈസ് ലെസ് ദാൻ 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മൊത്തം സീക്വൻസ് 2 വെച്ചൊരു ബൗണ്ടാണ് എന്ന് കാണിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ yk എന്നുള്ള ടേം നമ്മൾ y1ഉം y2 നമുക്ക് y1 ലെസ് ദാൻ 2 കിട്ടി, y2 ലെസ് ദാൻ 2 കിട്ടിയപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ട് ചെയ്യുവാണ് ആക്ച്വലി ചെയ്യുന്നത്. yk ലെസ് ദാൻ 2 എന്ന് അസ്യൂം ചെയ്തു. അസ്യൂം ദാറ്റ് yk ഈസ് ലെസ് ദാൻ 2. yk ലെസ് ദാൻ 2 എന്ന് എടുത്തപ്പോൾ നമുക്ക് yk plus 1ഉം ലെസ് ദാൻ 2 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് പറയാം എല്ലാ yn-കളും ലെസ് ദാൻ 2 ആണെന്ന് ഇൻഡക്ഷൻ വെച്ചിട്ട് പറയാം. അപ്പോൾ yk plus 1 നമ്മൾ എടുത്തത് ഫോർമുല അനുസരിച്ച് 1/4 into 2 into yk plus 3 എന്നാണ്. yk എന്ന് പറയുന്ന അതിനേക്കാളും വലിയ 2 വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ വരും. അപ്പോൾ 1/4 into 2 into 2 4 plus 3 7/4. അപ്പോൾ നമുക്ക് 7/4 എന്ന് പറയുന്നത് 2നേക്കാളും ചെറുത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? yk plus 1 is less than 2 എന്ന് കിട്ടി. Thus, if yk is less than 2, yk plus 1 is less than 2.
Therefore, if yk is less than 2, yk plus 1 is less than 2. If yk is less than 2, yk plus 1 is less than 2. Therefore, by mathematical induction, yn is less than 2 for all n element of n. കാരണം y1 ലെസ് ദാൻ 2, y2 ലെസ് ദാൻ 2 എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് if yk ലെസ് ദാൻ 2, then നമുക്ക് കിട്ടിയത് എന്താണ്? yk plus 1 less than 2 എന്ന് കിട്ടി. If yk less than 2, then yk plus 1 less than 2. Therefore, by mathematical induction, yn is less than 2 for all n element of n. All n element of n. Therefore, sequence yn is bounded above by 2. Therefore, sequence yn is bounded above by 2. അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് എബവ് ബൈ 2 ആണ് ഇന്ന് നമുക്ക് കിട്ടി. ദ സീക്വൻസ് yn is bounded above by 2. അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് എബവ് ബൈ 2. ഇനി ഇതൊരു മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീക്വൻസ് ബൗണ്ടഡ് എബവ് ബൈ 2 എന്ന് നമുക്ക് കിട്ടി. We have y1 less than y2. ഇനി assume that yk is less than yk plus 1. Assume that yk is less than yk plus 1. Then 2yk will be less than 2yk plus 1. 2yk plus 3 will be less than 2yk plus 3. അപ്പോൾ yk ലെസ് ദാൻ yk പ്ലസ് 1 നമ്മൾ രണ്ട് സൈഡും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ 3 വെച്ച് ആഡ് ചെയ്തു. എന്നിട്ട് ഇനി ബൈ 4 ചെയ്യുക. അപ്പം 1/4 ഇൻറ്റു 2yk പ്ലസ് 3 വിൽ ബി ലെസ് ദാൻ 1/4 ഇൻറ്റു 2yk പ്ലസ് 3. ഇത് yk പ്ലസ് 1 ആണ്. ഇതല്ല, അതായത് നമ്മൾ yk ലെസ് ദാൻ yk പ്ലസ് 1 എടുത്തിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് സൈഡിലും 3 ആഡ് ചെയ്തു. അപ്പോൾ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് എന്ന വരിക ബൈ 4 ചെയ്തു. ഇനി 2yk പ്ലസ് 3/4 എന്ന് പറയുന്നത് yk പ്ലസ് 1 ആണ്. ഈസ് ലെസ് ദാൻ ഈ 2yk പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് yk പ്ലസ് 2 ആണ്. അപ്പോൾ നമ്മൾ y1 ലെസ് ദാൻ y2 എടുത്തു. എന്നിട്ട് yk ലെസ് ദാൻ yk പ്ലസ് 1. ഇഫ് yk ലെസ് ദാൻ yk പ്ലസ് 1, then yk പ്ലസ് 1 ഈസ് ലെസ് ദാൻ yk പ്ലസ് 2. If yk is less than yk plus 1, then yk plus 1 is less than yk plus 2 എന്ന് കിട്ടി. Therefore, by mathematical induction, we can say that yn is less than yn plus 1 for all n element of n. yn is less than yn plus 1 for all n element of n. അപ്പോൾ ആദ്യം നമ്മൾ yn ലെസ് ദാൻ 2 അത് ബൗണ്ടഡ് ആണെന്ന് കാണിച്ചു. പിന്നെ നമ്മൾ കാണിച്ചത് എന്താണ്? yn ലെസ് ദാൻ yn പ്ലസ് 1 എന്നാണ് കാണിച്ചത്. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് y1 ലെസ് ദാൻ y2 നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മൾ yk ലെസ് ദാൻ yk പ്ലസ് 1 അസ്യൂം ചെയ്തു. അപ്പോൾ yk ലെസ് ദാൻ yk പ്ലസ് 1 അസ്യൂം ചെയ്തിട്ട് നമ്മൾ yk പ്ലസ് 1 ലെസ് ദാൻ yk പ്ലസ് 2 എന്ന് കാണിച്ചു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? yk ലെസ് ദാൻ yk പ്ലസ് 1 വരുമ്പോൾ yk പ്ലസ് 1 ലെസ് ദാൻ yk പ്ലസ് 2 എന്ന് കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും yn ഈസ് ലെസ് ദാൻ yn പ്ലസ് 1 എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് കിട്ടി? yn ലെസ് ദാൻ yn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ സീക്വൻസ് yn ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് പറയാമല്ലോ. സീക്വൻസ് yn ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്. Sequence yn is an increasing sequence. Sequence yn is an increasing sequence. Therefore, sequence yn bounded above by 2 ആണെന്ന് പറഞ്ഞു. Sequence yn is an increasing and sequence and is bounded above by 2. Sequence yn is a monotone increasing sequence and is bounded above by 2. Is a bounded above sequence. Sequence yn is a monotone increasing sequence and is bounded above by 2.
Therefore, by monotone convergence theorem, sequence yn converges to supremum of yn, n element of n, supremum of set yn where n element of n. yn plus 1 is equal to 1 by 4 into 2yn plus 3. yn plus 1 is the nth term of one tail. yn plus 1 എന്ന് പറയുന്നത് nth term of one tail ആണ്. yn plus 1 is equal to 1 by 4 into 2yn plus 3 is the nth term of the one tail y1 of y, one tail of y. ഇനി tail of the sequence തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ബൈ തിയറം വി ഹാവ് ലിമിറ്റ് ഓഫ് yn is equal to ലിമിറ്റ് ഓഫ് yn plus 1. n tailൻ്റെ ലിമിറ്റും സീക്വൻസിൻ്റെ ലിമിറ്റും സെയിം ആണ്. ബൈ തിയറം വി നോ ദാറ്റ് ലിമിറ്റ് ഓഫ് yn is equal to ലിമിറ്റ് ഓഫ് yn plus 1. Let it be y, which is equal to y നടത്തും. Therefore, നമ്മൾ yn plus 1 equal to 1 by 4 into 2yn plus 3. Taking limit on both sides, limit of yn plus 1 is equal to limit of 1 by 4 into 2yn plus 3. Limit of yn plus 1 is equal to 1 by 4 into 2 into limit of yn plus 3. നമുക്ക് y is equal to 1 by 4 into 2y plus 3 എന്ന് കിട്ടും. y is equal to 1 by 4 into 2y plus 3. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. yn plus 1ൻ്റെ ലിമിറ്റും yയുടെ ലിമിറ്റും സെയിം, yൻ്റെ ലിമിറ്റും സെയിം ആണ്. കാരണം ഒന്ന് വൺ ടെയിലിൻ്റെ ലിമിറ്റും ഒന്ന് സീക്വൻസിൻ്റെ ലിമിറ്റുമാണ്. അപ്പം നമുക്ക് y is equal to 2y plus 3 by 4. 4y is equal to 2y plus 3 എന്ന് കിട്ടും. 4y minus 2y equal to 3. അപ്പം അത് 2y equal to 3 implies y is equal to 3 by 2 എന്ന് കിട്ടും. Therefore, the sequence yn, അപ്പോൾ സീക്വൻസ് ഒരു മോണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് കൺവേർജ് ചെയ്യുന്നത് 2വിനേക്കാളും ചെറിയൊരു നമ്പറിലോട്ട് വേണം പോകാൻ. അപ്പം നമുക്കത് 3 by 2 എന്ന് കിട്ടി. Therefore, sequence yn converges to 3 by 2. Therefore, sequence yn converges to 3 by 2. Sequence yn converges to 3 by 2. Sixth question. Let z is equal to sequence zn. Let z is equal to sequence zn be the sequence of real numbers. Z is equal to sequence zn be the sequence of real numbers. Be the sequence of real numbers defined by z1 equal to 1, zn plus 1 equal to 2 into root of 2 into zn for n element of n. Let z is equal to sequence zn be the sequence of real numbers defined by z1 equal to 1, zn plus 1 equal to square root of 2 into zn for n element of n. Show that limit of zn is equal to 2. Show that limit of zn is equal to 2. From question തന്നേക്കുന്ന സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ, ഇവിടെ z1 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. zn പ്ലസ് 1 zൻ്റെ ടേംസ് തന്നേക്കുവാണ്. ലിമിറ്റ് ഓഫ് zn 2 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയേ,
Z1 തന്നിട്ടുണ്ട്, Zn+1. എക്സിന് പകരം ഇസഡോ വൈയോ എന്ത് തന്നാലും ഒരുപോലെ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടേമും n+1 ടേം ഇൻ ടേംസ് ഓഫ് എന്നും തന്നിട്ട് ഈ സീക്വൻസിന് ലിമിറ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഇത് ഇൻക്രീസിങ് സീക്വൻസ് ആണോ ഡിക്രീസിങ് സീക്വൻസ് ആണോ എന്ന് ആദ്യം നോക്കണം. പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്, ഇത് ബൗണ്ടഡ് ആണോ എന്ന് നോക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പം നമുക്ക് Z1 എന്ന് പറയുന്നത് 1 ആണ്. ഇനി Z2 എടുക്കുവാണെങ്കിൽ Z2 എന്ന് പറയുന്നത് എന്താണ്, 2 × Z1 സ്ക്വയർ റൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു √2. √2 എന്ന് പറയുമ്പം എന്താണ്, <2 ആണ്, > 1, 1.4 സംതിങ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ Z2 ഈസ് ഈക്വൽ ടു √2 × Z1 ആണ്. Z2 എന്ന് പറയുന്നത് √2 × Z1 ആണ്, അത് √2 ആണ്. √2 എന്ന് പറയുന്നത് 1.4 സംതിങ് ആണ്. അപ്പോൾ 1.4 സംതിങ് ആയതുകൊണ്ട് നമുക്കത് <2 ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 ഈസ് Z2 ഈസ് <2 എന്ന് നമുക്ക് പറയാം. 1 ഈസ് Z2 ഈസ് <2 ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നത് Z1. അപ്പോൾ നമുക്ക് 1 <= Z1 Z2 വിച്ച് ഈസ് സ്ട്രിക്ട്ലി Z2 എന്ന് നമുക്ക് പറയാം. 1 <= Z1 Z2 ഈസ് <2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം Z1 Z2 ഫോമിൽ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ZK ZK+1 അസ്യൂം ചെയ്യാം. അസ്യൂം ZK ഈസ് ZK+1. assume ZK ZK+1. Then 2 × ZK is less than 2 × ZK+1. 2 × ZK is less than 2 × ZK+1. ZK less than ZK+1 ആണ്. അപ്പോൾ 2 × ZK is less than 2 × ZK+1. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ √2 ZK is less than √2 ZK+1. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? √2 ZK എന്ന് പറയുന്നത് എന്താ? ZK+1 ആണ്. √2 ZK+1 എന്ന് പറഞ്ഞാൽ ZK+2 ആണ്. Thus, if ZK less than ZK+1, then ZK+1 is less than ZK+2. ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ Z1 ലെസ് ദാൻ Z2 എന്ന് കിട്ടിയിട്ട് നമ്മൾ ZK ലെസ് ദാൻ ZK+1 അസ്യൂം ചെയ്തപ്പം നമുക്ക് ZK+1 is less than ZK+2 എന്ന് കിട്ടി. Therefore, by mathematical induction, Zn is less than Zn+1 for all n element of n. Zn is less than Zn+1 for all n element of n. Therefore, sequence Zn is increasing. Sequence Zn is increasing. ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടി. ഇനി നമുക്കതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് പറയാം. എന്നിട്ട് നമ്മൾ n ടൈലിൻ്റെ ലിമിറ്റും കൂടെ വെച്ചിട്ട് 1 ടൈലിൻ്റെ ലിമിറ്റും കൂടെ വെച്ചിട്ട് ഇത് കൺവേർജൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. Now we have to prove that sequence Zn is ബൗണ്ടഡ്. നമ്മൾ ഇൻക്രീസിങ് ആണ് പ്രൂവ് ചെയ്തു. Zn is increasing എന്ന് നമ്മൾ പറഞ്ഞു. Now we have to prove that sequence Zn is bounded. അതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. We have 1 less than or equal to Z1 is strictly less than Z2 is less than 2 എന്ന് നമുക്ക് കിട്ടി. 1 less than or equal to Z1 less than Z2 is less than 2 എന്ന് നമുക്ക് കിട്ടി. Suppose that 1 less than or equal to ZK is less than ZK+1 is less than 2. അസ്യൂം ചെയ്യുക. ഇത് നമ്മുടെ കയ്യിലുണ്ട്. We have 1 less than or equal to Z1 less than Z2 is less than 2. Suppose that 1 less than or equal to ZK is less than ZK+1 less than 2. ഇനി നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 less than or equal to 2 ZK less than 2 ZK+1 is less than 4 എന്ന് വരും അല്ലേ? നമ്മൾ രണ്ട് സൈഡിൽ മൊത്തത്തിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? √2 is less than √2 ZK less than √2 ZK+1 is less than 2 എന്ന് കിട്ടും. ഇംപ്ലൈസ് √2 എന്ന് പറയുമ്പോഴത്തേക്കും
അത് 1-നേക്കാളും വലുതാണ്, 1.4. അപ്പോൾ 1 ലെസ് ദാൻ √2 ഈസ് ലെസ് ദാൻ √2 ZK എന്ന് പറയുന്നത് ZK + 1 ഈസ് ലെസ് ദാൻ ZK + 2 ഈസ് ലെസ് ദാൻ 2 എന്ന് നമുക്ക് പറയാമല്ലോ. 2 ZK + 1ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ZK + 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ലെസ് ദാൻ ZK + 1 ഈസ് ലെസ് ദാൻ ZK + 2 ഈസ് ലെസ് ദാൻ 2 എന്ന് നമുക്ക് പറയാമല്ലോ. Therefore നമ്മൾ 1 ലെസ് ദാൻ ZK + 1 ലെസ് ദാൻ 2 എന്ന് എടുത്തപ്പം ZK + 1ഉം ZK + 2 അതേ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. Therefore by mathematical induction 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Zn ഈസ് ലെസ് ദാൻ Zn + 1 ഈസ് ലെസ് ദാൻ 2 ഫോർ ഓൾ n element of n. Therefore by mathematical induction 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Zn is less than Zn + 1 is less than 2 for all n element of n. അപ്പോൾ ഇതൊരു മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ആണ് കേട്ടോ. Therefore ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് 1നും 2നും ഇടയ്ക്കാണ്. മോണോട്ടോൺ ഒന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് ബൗണ്ടഡ് സീക്വൻസ് ആണ് കിട്ടി. 1നും 2നും ഇടയ്ക്കാണല്ലോ. Therefore sequence Zn is a monotone increasing bounded sequence. ഇൻക്രീസിങ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ Zn ലെസ് ദാൻ Zn + 1 വെച്ച് ഇൻക്രീസിങ് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇൻക്രീസിങ് കിട്ടി. പിന്നെ അത് 1നും 2നും ഇടയ്ക്കായതുകൊണ്ട് ബൗണ്ടഡ് ആണ് കിട്ടി. Therefore sequence Zn is a monotone increasing and bounded sequence. Therefore it is convergent. Therefore sequence Zn is convergent by monotone convergence theorem. Then sequence Zn is convergent by monotone convergence theorem. Let Z be the limit. Let Z be the limit. Let Z be the limit. Limit of Zn + 1 is equal to limit of Zn + 1 is equal to limit of Zn. Limit of Zn + 1 is equal to limit of Zn. കാരണം എന്താണ്? n ടേലിൻ്റെ ലിമിറ്റ് 1 ടേലിൻ്റെ ലിമിറ്റ്. സിൻസ് റീസൺ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. Zn + 1 is the nth term of ക്യാപിറ്റൽ Z1 1 ടേലിൻ്റെ nth ടേം ആണ്. ലിമിറ്റ് ഓഫ് Zn + 1 is equal to limit of Zn is equal to Z. We have Zn + 1 equal to square root of 2Zn. Therefore limit of Zn + 1 is equal to limit of square root of 2Zn. ലിമിറ്റ് എന്ന് പറയുന്നത് Z is equal to 2 into limit Zn. 2 in സ്ക്വയർ റൂട്ടിനകത്ത് 2 ഇൻറ്റു അപ്പോൾ Z is equal to square root of 2Z എന്ന് വരും. Z is equal to square root of 2Z. Z square equal to 2Z. അതിൽ നിന്ന് നമുക്ക് Z square minus 2Z equal to 0. അപ്പോൾ Z into Z minus 2 is equal to 0 എന്ന് കിട്ടും. Z into Z minus 2 equal to 0 സോൾവ് ചെയ്യുമ്പോൾ Z into Z minus 2 equal to 0. അപ്പോൾ ഇവിടെ ലിമിറ്റ് എടുക്കുന്നത് റൂട്ടിൻ്റെ അകത്തോട്ട് ലിമിറ്റ് കയറ്റി. അപ്പം Z is equal to 2 into ഇസഡിൻ്റെ സ്ക്വയർ റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ Z square equal to 2Z. അതിൽ നിന്ന് Z പുറത്തെടുത്താൽ Z equal to 0 or Z is equal to 2 എന്ന് കിട്ടും. Z is equal to 0 or Z is equal to 2. ഇനി നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Zn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂവും 1നും 2നും ഇടയ്ക്ക് കിടക്കണ്ടേ. Therefore 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമ്മൾ തീരത്തിൽ പഠിച്ചതാണ്. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു Xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ Aയ്ക്കും Bയ്ക്കും ഇടയ്ക്ക് കിടക്കും. ഇവിടെ നമുക്ക് Zൻ്റെ വാല്യൂ 1നും 2നും ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് Zൻ്റെ വാല്യൂ 1നും 2നും ഇടയ്ക്കാണ് കിടക്കേണ്ടത്. അപ്പോൾ Z ഈക്വൽ ടു 0 പോസിബിൾ അല്ല. Therefore Z is equal to 2. Therefore limit of the sequence is equal to 2 എന്ന് കിട്ടും.
limit of the sequence is equal to 2.